ഹലോ എവ്രി വൺ, എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3-day ഡീറ്റോക്സിക് ജ്യൂസ് ക്ലെൻസ് വീഡിയോ ആണ്. ഡീറ്റോക്സിക് ജ്യൂസ് ക്ലെൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള ടോക്സിൻസിനെയൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ 3-day ജ്യൂസ് ക്ലെൻസ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമ്മൾക്ക് എപ്പോഴാണ് നമ്മളൊരു ജ്യൂസ് ക്ലെൻസ് ചെയ്യേണ്ടത്, ഈ ജ്യൂസ് ക്ലെൻസ് ചെയ്യുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ജ്യൂസ് ക്ലെൻസ് ചെയ്ത വെയിറ്റ് ലോസ് ഉണ്ടാവുമോ, അതുപോലെ തന്നെ എത്ര പൈസയാണ് നമുക്ക് ഈ ജ്യൂസ് ക്ലെൻസ് ചെയ്യാൻ വേണ്ടി ചിലവ് വന്നേക്കുന്നത്, അതുപോലെ ജ്യൂസ് ക്ലെൻസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഡിസഡ്വാൻറ്റേജസ് വന്നിട്ടുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഇപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്നാലാണ് നമുക്ക് വീണ്ടും വീണ്ടും നല്ല നല്ല വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ. അതുപോലെ എപ്പോഴാണ് നമ്മളൊരു ഡീറ്റോക്സ് ക്ലെൻസിങ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പെർട്ടിക്കുലർ കാര്യത്തിൽ നമുക്ക് ഇങ്ങനെ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും ഇങ്ങനെ ഡിസ്ട്രാക്ഷൻസ് ആണ്. അതുപോലെ തന്നെ നമ്മൾ പല വെയിറ്റ് ലോസ് ചെയ്തു, വർക്കൗട്ട് ചെയ്തു, നമ്മുടെ വെയിറ്റ് ഒട്ടും കുറവില്ല. അതുപോലെ തന്നെ ഫ്രീക്വൻറ്റ് ഹെഡ് ഏക്സ്, മൈഗ്രെയിൻസ്, അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേറ്റഡ്, ബ്ലോട്ടിങ് അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പം നമ്മുടെ ബോഡി ആഗ്രഹിക്കുന്നത് ബോഡിക്കൊരു റീസെറ്റാണ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എന്നും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം നമ്മുടെ ബോഡിക്ക് ഒന്ന് റീസെറ്റ് ചെയ്യണം. ഇപ്പം നമ്മുടെ കമ്പ്യൂട്ടർ പോലെ തന്നെ കമ്പ്യൂട്ടർ ഇടയ്ക്കൊന്ന് സ്റ്റക്കായി കഴിഞ്ഞ് കഴിയുമ്പം അതിനൊരു റീസ്റ്റാർട്ട് കൊടുത്താലേ ഫ്രഷ് ആയിട്ടുള്ളൊരു സ്റ്റാർട്ട് ഉണ്ടാവുള്ളൂ. അപ്പം അതുപോലെ തന്നെയാണ് നമ്മുടെ ബോഡിയും. അപ്പം നമ്മുടെ ബോഡിക്ക് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡീറ്റോക്സിക് ക്ലെൻസ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് ജ്യൂസ് ക്ലെൻസ് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലിവർ, കിഡ്നി, പാൻക്രിയാസ് ആൻഡ് കോളൻ ഇത്രയും സാധനങ്ങൾ നമ്മുടെ ക്ലെൻസ് ആവും ഈ ജ്യൂസ് ക്ലെൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇതിൻ്റെ ഉള്ളിലെ വിഷാംശങ്ങളെല്ലാം പുറത്തു പോകാൻ വേണ്ടിയിട്ട് ഈ ജ്യൂസ് ക്ലെൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ഈ ടോക്സിൻസ് നമ്മുടെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സ്വെറ്റ് വഴി. അപ്പോൾ നമ്മൾ ചെറിയൊരു റണ്ണിങ്ങോ ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ത്രെഡ്മില്ലോ എലിപ്റ്റിക്കലോ എന്ത് വെച്ചിട്ട് വേണമെങ്കിലും നമുക്കൊന്ന് ചെറുതായിട്ട് ബോഡി ഒന്ന് സ്വെറ്റായി പോകണം. അങ്ങനെ ചെയ്യുക. ഇത് സമ്മറിൽ ചെയ്യുന്നതാണ് കൂടുതൽ ഐഡിയൽ. അപ്പം നമുക്ക് ഓൾറെഡി കുറച്ച് ചൂടുണ്ട്, പിന്നെ നമ്മൾ ഒന്നെങ്കിൽ പുറത്ത് നടക്കാനോ ഓടാനോ ഒക്കെ പോയി കഴിയുമ്പോൾ നമ്മുടെ ബോഡി ഒന്ന് സ്വെറ്റായി വേർപ്പിലൂടെ വേണം നമ്മുടെ ടോക്സിൻസ് ഒരു രീതിയിൽ റിമൂവ് ചെയ്യാൻ. സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ യൂറിൻ വഴി ടോക്സിൻസ് റിമൂവ് ചെയ്തു പോകും. അതുപോലെ തന്നെ സ്റ്റൂൾ വഴി. അങ്ങനെ 3 മെത്തേഡ്സിലാണ് നമ്മുടെ ബോഡിയിൽ നിന്ന് ടോക്സിൻസ് എല്ലാം റിമൂവ് ചെയ്തു പോകും. ഇത്ര ജ്യൂസ് വരെ നമുക്ക് ഈ ഡീറ്റോക്സ് ക്ലെൻസിൽ നമുക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം 6 to 8 ഡ്രിങ്ക്സ് വരെ നമുക്ക് ചെയ്യാം. അത് എവറി 2 അല്ലെങ്കിൽ 2.5 hour ടൈം പീരീഡ് ഫ്രെയിമിൻ്റെ ഉള്ളിലാണ് ഓരോ ജ്യൂസും കുടിക്കേണ്ടത്. ഇൻ ബിറ്റ്വീൻ നമ്മൾ വെള്ളം കുടിക്കണം, ധാരാളം വെള്ളം കുടിക്കണം. ഒരു 3 to 4 liters വെള്ളമെങ്കിലും ഇൻ ബിറ്റ്വീൻ കുടിക്കണം. അപ്പം നമ്മുടെ ടോക്സിൻസിനെ എല്ലാം പുഷ് ചെയ്ത് അല്ലെങ്കിൽ ഫ്ലഷ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ആ വെള്ളവും നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരു 6 ഡ്രിങ്ക് ഒക്കെയാണ്. ഇപ്പോൾ ഞങ്ങൾ ഓൾറെഡി 3-day ജ്യൂസ് ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഒരു 6 ഡ്രിങ്ക്സ് ഒക്കെയാണ് നമുക്ക് മാക്സിമം കുടിക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒത്തിരി വെള്ളമൊക്കെ കുടിക്കുന്നതുകൊണ്ട് ആ ഒരു 6 ഡ്രിങ്ക്സ് ആണ് ഐഡിയൽ. അതുപോലെ തന്നെ ഈ ഡ്രിങ്ക് ഉണ്ടാക്കി നമുക്ക് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യാം. ഇപ്പോൾ ഒരു 6 ഡ്രിങ്ക്സ് വേണമെങ്കിൽ നമുക്ക് ഒന്നിച്ചുണ്ടാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കുടിക്കാം. ഇപ്പോൾ ഒരു തണുത്ത് കുടിക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടെ ഒരു ബെറ്റർ ഫീലിംഗ് നമുക്ക് തോന്നുന്നത്. അപ്പം നമുക്ക് തണുപ്പിച്ച് കുടിക്കാം, ഇല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് അപ്പം അടിച്ച് കുടിക്കാം. മെയിനായിട്ട് എല്ലാവർക്കും അറിയേണ്ടത് ഈ ജ്യൂസ് ക്ലെൻസ് ചെയ്തുകൊണ്ട് നമ്മുടെ വെയിറ്റ് ലോസ് ആവുമോ എന്നുള്ളതാണ്. ഡെഫിനറ്റ്ലി വെയിറ്റ് ലോസ് ആവും. ഡിപ്പെൻഡ്സ് അപ്പോൺ ഈച്ച് പേഴ്സൺ. 1/2 kg to 3 kg വരെ വെയിറ്റ് ഈ 3 day കൊണ്ട് നമുക്ക് ലൂസ് ആവും. ബിക്കോസ് നമ്മൾ സോളിഡായിട്ട് ഫുഡൊന്നും കഴിക്കുന്നില്ല. പക്ഷേ അതൊരു പെർമനൻറ്റ് വെയിറ്റ് ലോസ് അല്ല, അതൊരു ടെമ്പററി വെയിറ്റ് ലോസ് ആണ്. കാരണം നമ്മളുടെ ബോഡിയിൽ വെള്ളം മാത്രം ഉള്ളത് കൊണ്ട് നമുക്ക് തോന്നുന്ന ഒരു ടെമ്പററി വെയിറ്റ് ലോസ് മാത്രമാണ് അത്, അല്ലാതെ ഒരു പെർമനൻറ്റ് വെയിറ്റ് ലോസ് അല്ല. നമ്മൾ സാധാരണ നോർമലായിട്ട് നെക്സ്റ്റ് ഡേ മുതൽ ഫുഡ് കഴിച്ചു തുടങ്ങി കഴിയുമ്പം ഈ നമ്മൾ ലൂസ് ചെയ്ത വെയിറ്റ് എല്ലാം നമുക്ക് ഗെയിൻ ചെയ്യും. ഈ ജ്യൂസ് ക്ലെൻസിൻ്റെ സമയത്ത് നമുക്ക് ഈ ജ്യൂസും വെള്ളവും അല്ലാതെ നമുക്ക് വേറെ ഒന്നും
കഴിക്കാൻ പറ്റില്ല. ഈ 3 ദിവസം നമ്മൾ കംപ്ലീറ്റ്ലി സോളിഡ് ഫുഡ് അവോയ്ഡ് ചെയ്തിട്ടാണ് ഈ ജ്യൂസ് ക്ലെൻസ് ചെയ്യുന്നത്. സോളിഡ് ഫുഡ്സ് മാത്രമല്ല, നമ്മൾക്ക് ടീയും കോഫിയും ഒക്കെ അവോയ്ഡ് ചെയ്യേണ്ടി വരും. ഇതൊക്കെ നമ്മളുടെ എല്ലാവരുടെയും ഒരു ശീലമാണല്ലേ, കാലത്ത് എണീറ്റ് ഒരു ചായ കുടിക്കുക എന്നൊക്കെ പറഞ്ഞത്. പക്ഷേ അതെല്ലാം ഈ ഒരു 3 ദിവസത്തേക്ക് നമുക്ക് നിർത്തിവെക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ തന്നെയാണ് ജ്യൂസ് എക്സ്ട്രാക്ട് ചെയ്തേക്കുന്നത്. നമ്മുടെ ജ്യൂസർ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ആഡഡ് ഷുഗേഴ്സ് ഒന്നും നമ്മൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നില്ല. ആ ജ്യൂസ് നമ്മൾ വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഇട്ട് എന്ത് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് വരുന്നോ ആ ജ്യൂസാണ് നമ്മൾ കുടിക്കുന്നത്. അതുപോലെ തന്നെ ഇത് സ്മൂത്തി പോലെയല്ല, അതിൻ്റെ വേസ്റ്റ് പാർട്ട് നമ്മൾ ഫൈബറൊക്കെ നമ്മൾ കളഞ്ഞിട്ട് ജസ്റ്റ് ജ്യൂസ് മാത്രമാണ് കുടിക്കുന്നത്. നമ്മൾ കൂടുതൽ ജ്യൂസ് കുടിച്ചാൽ, ഇപ്പോൾ ഒരു ഐഡിയൽ പീരീഡ് 3 ഡേ ആണെന്ന് പറഞ്ഞു, അതിൽ കൂടുതൽ നമ്മൾ ജ്യൂസസ് കുടിച്ച് കഴിഞ്ഞിട്ടുള്ളെങ്കിൽ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷുഗർ ചിലപ്പം ഭയങ്കരമായിട്ട് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ കിഡ്നി ട്രബിൾസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 3 ഡേയ്സ് ഐഡിയൽ പീരീഡ് എന്നാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. ഓർഗാനിക് ആയിട്ടുള്ളത് മേടിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം കുറച്ചും കൂടെ ബെറ്റർ ക്വാളിറ്റി ഉള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും ആയിരിക്കും കിട്ടുന്നത്. കാരണം നമ്മൾ ഇതിൻ്റെ സ്കിന്നൊന്നും റിമൂവ് ചെയ്യുന്നില്ല, അതേപോലെ തന്നെ അടിച്ച് കുടിക്കുകയാണല്ലോ. അപ്പോൾ ഓർഗാനിക് ആയിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അപ്പോൾ ഈ 3 ഡേ ജ്യൂസ് ക്ലെൻസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ഇൻറ്റേർണൽ ഓർഗൻസും ഒന്ന് ക്ലെൻസ് ആവും. അതുപോലെ തന്നെ നമ്മുടെ ബോഡി ഫുള്ളായിട്ടൊന്ന് റീസെറ്റ് ആവും. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലീൻ ഗുഡ് ഫുഡ് ഹാബിറ്റിലോട്ട് നമുക്ക് പോവാം. നമുക്ക് ഇപ്പോൾ വെയിറ്റ് ലോസ് ആവണം എന്ന ആഗ്രഹമുള്ളവർ നമ്മൾ ഒരുപാട് ഷുഗറും അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റും ഉള്ളതൊക്കെ അവോയ്ഡ് ചെയ്ത് കൂടുതൽ പ്രോട്ടീനുള്ള സാധനങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി, അതുപോലെ തന്നെ കൂടുതൽ വെജിറ്റബിൾസും ഫ്രൂട്ടൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ഡയറ്റിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ജ്യൂസ് ക്ലെൻസ്. ഞങ്ങൾ 3 ദിവസത്തേക്ക് വേണ്ടിയിട്ട് 2 പേർക്ക് വേണ്ടിയിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം ഞാൻ പറഞ്ഞു ഞാൻ കടയിൽ നിന്നാണ് മേടിച്ചത്. അതിന് അപ്രോക്സിമേറ്റ്ലി ഓൾമോസ്റ്റ് ഒരു $120 അടുത്താണ് നമുക്ക് ചിലവ് വന്നിരിക്കുന്നത്. ജ്യൂസ് ക്ലെൻസ് ചെയ്യുമ്പം നമുക്ക് ഫസ്റ്റ് ഡേ ഇച്ചിരി ഒരു ടഫായിരിക്കും കേട്ടോ. കാരണം നമ്മൾ പെട്ടെന്ന് ഒരു സോളിഡ് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് നമ്മളത് നിർത്തി നമ്മൾ ലിക്വിഡ് ഫുഡ് മാത്രം കഴിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ ബോഡി അതൊന്ന് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്തത്, എനിക്കൊരു വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും ഭയങ്കര തലവേദനയായിരുന്നു. പക്ഷെ പിറ്റേ ദിവസം ആയപ്പോഴേക്കും ആ തലവേദനയെല്ലാം മാറി. പിന്നെ സെക്കൻഡ് ഡേയിലും കുറച്ചൊരു വീക്ക്നെസ് ഫീലിംഗ് ആണ് തോന്നിയത്, ഒരു ചെറുതായിട്ടൊരു ഗിഡിനെസ് ഫീലിംഗ് അങ്ങനെയാണ് സെക്കൻഡ് ഡേയിൽ തോന്നിയത്. പക്ഷെ തേർഡ് ഡേ ആയപ്പോഴേക്കും നമുക്ക് അങ്ങനെ ഒരു ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും തോന്നിയിട്ടില്ല. നമ്മുടെ എനർജി എല്ലാം നമുക്ക് ഇങ്ങനെ തിരിച്ചു വന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ് നമുക്ക് തോന്നിയത്. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ബ്ലോട്ടഡ് ആയിരുന്നു വയറൊക്കെ, പക്ഷെ ബ്ലോട്ടിങ് എല്ലാം കുറഞ്ഞു. ഒരു ഫ്രഷ് ഫീലിംഗ് ആണ് നമുക്ക് ഈ ക്ലെൻസ് 3 ഡേ ജ്യൂസ് ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് തോന്നിയൊരു ഫീലിംഗ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ ജ്യൂസിൻ്റെ റെസിപ്പീസ് കാണാം. ഞാൻ ഒരു 7 റെസിപ്പീസ് കാണിച്ചിട്ടുണ്ട്. പക്ഷേ എവറി ഡേ ഞങ്ങൾ ഒരു 6 ഡ്രിങ്ക്സ് ആണ് കുടിച്ചേക്കുന്നത്. ഈ ഫസ്റ്റ് ഡേയിൽ കുടിക്കുന്ന ഡ്രിങ്ക്സ് തന്നെയാണ് നമ്മൾ റിപ്പീറ്റേഷനാണ്. അതായത് സെക്കൻഡ് ഡേയിലും തേർഡ് ഡേയിലും ഈ സെയിം ഡ്രിങ്ക്സ് തന്നെയാണ് നമ്മൾ കുടിച്ചത്. ഒരു എക്സ്ട്രാ ഒരു ഡ്രിങ്ക് ഇപ്പം നമുക്ക് സാധനങ്ങളില്ലെങ്കിൽ മാറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു എക്സ്ട്രാ ഡ്രിങ്കും കൂടെ റെസിപ്പിയിൽ കാണിച്ചേക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ജ്യൂസിന് വേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ക്യാരറ്റ് എടുക്കണം, 4 സെലറി സ്റ്റിക്ക്, 2 ആപ്പിൾ. ഈ ആപ്പിൾ കട്ട് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് കട്ട് ചെയ്ത്, ഞാൻ പീലൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് കട്ട് ചെയ്ത് വാഷ് ചെയ്ത് മാത്രം എടുക്കുന്നുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഈ ജ്യൂസ് ചെയ്യുമ്പം ഈ ജ്യൂസ് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. അതിൻ്റെ വേസ്റ്റ് ഈ
ജ്യൂസറിൻ്റെ ഇങ്ങോട്ട് പോകും. നമ്മൾ ജ്യൂസ് മാത്രമാണ് കുടിക്കുന്നത്. അതുപോലെ തന്നെ എക്സ്ട്രാ ഷുഗറോ ഒന്നും നമ്മൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നില്ല. ഈ ജ്യൂസ് എക്സ്ട്രാക്ട് ചെയ്ത് എന്തുവന്നോ അതാണ് നമ്മൾ കുടിക്കാൻ പോണത്. ആൻഡ് ഇത് ഒരാൾക്കുള്ള ജ്യൂസിന് വേണ്ട ക്വാണ്ടിറ്റി ആണ് കേട്ടോ, ഇത്രയും സാധനങ്ങൾ. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഈ വേസ്റ്റ് പാർട്ട് ഇങ്ങോട്ട് പോവും. ലിക്വിഡായിട്ടുള്ളത് നമുക്ക് ഈ കപ്പിൽ വരും. നമുക്കിത് ഒരു പാത്രത്തിലൊഴിച്ച് ഒന്നെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുടിക്കാം, ഇല്ലെങ്കിൽ അല്ലാതെയും നമുക്ക് കുടിക്കാം. ഇത് ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ്. സോ ദേ നമ്മുടെ ഫസ്റ്റ് ജ്യൂസ് ഇവിടെ റെഡിയായി. ഓക്കെ, ദിസ് ഇസ് ഫോർ അവർ നെക്സ്റ്റ് ഡ്രിങ്ക്. അതിന് വേണ്ടത് 3 ആപ്പിൾ, ഒരു ലെമൺ, ഒരു ഹാഫ് കുക്കുംബർ, ഒരു ജിഞ്ചർ പീസ്, 2 സെലറി ആൻഡ് 1 കപ്പ് സ്പിനാച്ച്. അപ്പോൾ ഇതെല്ലാം വാഷ് ചെയ്ത് എടുത്തതാണ്. ഇത് ഒരാൾക്ക് കുടിക്കാനുള്ള ഡ്രിങ്കിന് വേണ്ട മെഷർമെൻ്റ് ആട്ടോ ഇപ്പോൾ കാണിക്കേണ്ടത്, ഒരാൾക്ക് വേണ്ടത്. സോ ഈ ലെമൺ ഇങ്ങനെ പീൽ ചെയ്ത്, അതിൻ്റെ സ്കിൻ വേണ്ട, ലെമൺ പീൽ ചെയ്ത് കളഞ്ഞിട്ട് വേണം ജ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഡ്രിങ്കിന് വേണ്ട സാധനങ്ങൾ. 2 ക്യാരറ്റ്, 2 ആപ്പിൾ, 2 ലെമൺ ആൻഡ് 2 ബീട്രൂട്ട്. സോ അപ്പം നമ്മുടെ നെക്സ്റ്റ് ഡ്രിങ്കും ഇവിടെ റെഡിയായി. ഇത് ബീട്രൂട്ടാണ് ഇതിൻ്റെ മെയിൻ കണ്ടൻറ്റ്. സോ നമുക്ക് നെക്സ്റ്റ് ഡ്രിങ്കിന് വേണ്ടത് ഒരു 4 സെലറി സ്റ്റിക്സ്, ഒരു ഗ്രീൻ ആപ്പിൾ, ഒരു 6 കെയിലിൻ്റെ തണ്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പൈനാപ്പിളിൻ്റെ ഒരു 1/4 പോർഷൻ. അപ്പോൾ ഇത് കട്ട് ചെയ്ത് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് 1/4 പോർഷനായിട്ട് വെക്കണം. അത്രയാണ് നമുക്ക് വേണ്ടത് കേട്ടോ ഈ ഡ്രിങ്കിൽ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഡ്രിങ്കിന് വേണ്ടത് ഒരു ഹാഫ് പൈനാപ്പിൾ, ഒരു ആപ്പിൾ, 1 ജിഞ്ചർ പീസ്, 3 ക്യാരറ്റ്സ്. ഇത്രയാണ് വേണ്ടത്. സോ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡിയാണ്. അപ്പോൾ നെക്സ്റ്റ് ഡ്രിങ്കിന് വേണ്ടത് ഒരു 4 കെയിൽ ലീഫ്, ഒരു ഗ്രീൻ ആപ്പിൾ, 2 ഓറഞ്ച്, ഒരു ലെമൺ ആൻഡ് 1 കപ്പ് സ്പിനാച്ച്. ഇത്രയാണ് വേണ്ടത്. സോ ദിസ് ഇസ് അവർ ഡ്രിങ്ക്. സോ നമ്മുടെ നെക്സ്റ്റ് ഡ്രിങ്കിന് വേണ്ടത് 2 കുക്കുംബർ, 4 ആപ്പിൾസ് ആൻഡ് 2 ലെമൺ.
അതിൻ്റെ തൊലി കളയണം, അതുപോലെ തന്നെ ആപ്പിൾ കട്ട് ചെയ്യണം. സോ അങ്ങനെ നമ്മുടെ ഡ്രിങ്ക് റെഡിയായി. ഒരു ലൈറ്റ് ഗ്രീൻ കളറിലുള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ. ഇപ്പം നമുക്ക് 3 ദിവസം ജ്യൂസ് ക്ലെൻസ് ചെയ്യണം, പക്ഷെ നമ്മുടെ കയ്യിൽ ജ്യൂസറൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ക്ലെൻസിങ് ജ്യൂസസ് കിട്ടുന്ന കടകൾ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. വിനിപ്പെഗിലുണ്ട്. അപ്പോൾ വിനിപ്പെഗിലുള്ള കടയുടെ ഡിസ്ക്രിപ്ഷൻ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമുക്കിപ്പം 3 ഡേ അല്ലെങ്കിൽ 5 ഡേ അല്ലെങ്കിൽ 7 ഡേ ക്ലെൻസിങ് ആണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള ഡ്രിങ്ക്സ് അവർ നമുക്ക് തരും. നമുക്ക് ഒന്നെങ്കിൽ പോയി പിക്ക് ചെയ്യാം, അല്ലെങ്കിൽ അവർ ഡെലിവറി ചെയ്യുന്നതാണ്. പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന ജ്യൂസിനേക്കാളും കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയിരിക്കും നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന ജ്യൂസ് എന്ന് മാത്രം. അപ്പം അത് ട്രൈ ചെയ്യേണ്ടവർക്ക് ആ മെത്തേഡും വേണമെങ്കിൽ ട്രൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടല്ലോ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മുന്നേ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അപ്പം ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പം ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ. നിങ്ങൾക്കും ജ്യൂസ് ക്ലെൻസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക, നല്ലതാണ്. ഇത് നമ്മൾ ചെയ്യേണ്ടത് ഒരു വർഷത്തിൽ ഒരു 2 times ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ജ്യൂസ് ക്ലെൻസ് കേട്ടോ. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.